നമസ്കാരം. തിരുവനന്തപുരം വെഞ്ഞാറമൂട് നമ്മുടെ മനസാക്ഷിയൊക്കെ നടുക്കിയ ഒരു കൂട്ടക്കൊലപാതകം കഴിഞ്ഞതിന് ശേഷം ഇന്ന് മറ്റൊരു ദുരന്ത വാർത്തയുമായിട്ടാണ് മലയാളി ഉണർന്നത്. താമരശ്ശേരിയിലെ ഒരു ട്യൂഷൻ സെൻ്ററിൽ ഫെയർവെൽ പാർട്ടിയുമായി ബന്ധപ്പെട്ട് കുട്ടികൾക്കിടയിൽ നടന്ന അടിപിടിയിൽ ഒരു 15 വയസ്സുകാരൻ 10ാം ക്ലാസ് വിദ്യാർത്ഥി മരണപ്പെട്ട വാർത്തയാണ് നമ്മൾ ഇന്ന് കേട്ടത്. ആ വാർത്ത കേട്ടപ്പോൾ ഒരു അധ്യാപകൻ എന്ന നിലയിൽ, ഒരു രക്ഷിതാവ് എന്ന നിലയിൽ എൻ്റെ മനസ്സിനെ അലോസരപ്പെടുത്തിയ 3 കാര്യങ്ങളുണ്ട്. ഒന്നാമത്തെ കാര്യം, ഒരു അടിപിടി നടക്കുന്ന സമയത്ത് ഒരു കയ്യബദ്ധത്തിൻ്റെ പേരിൽ ഒരാൾ മരണപ്പെടുക എന്ന് പറയുന്നത് നമുക്ക് മനസ്സിലാക്കാം. എന്നാൽ ഈ കൊലപാതകത്തിന് ശേഷം ഇതിന് നേതൃത്വം നൽകിയ കുട്ടികൾ നടത്തിയ ഇൻസ്റ്റാഗ്രാം ഗ്രൂപ്പിൽ നടത്തിയ ചില സംസാരങ്ങൾ, അവരുടെ ചില വോയിസ് മെസ്സേജുകൾ ഇന്ന് മാധ്യമങ്ങളിലൂടെ കേൾക്കാനിടയായി. കൃത്യമായ ആസൂത്രണം ചെയ്ത ഒരു കൊലപാതകം എന്ന പോലെ യാതൊരു മനസ്സങ്കോചവുമില്ലാതെ തങ്ങളുടെ സമപ്രായക്കാരനായ ഒരുത്തനെ കൊന്നുകളഞ്ഞിരിക്കുന്നു എന്ന് പറയാൻ, അല്ലെങ്കിൽ യാതൊരു പ്രശ്നവും അവർക്ക് തോന്നാത്ത വിധം അവരുടെ മനസ്സിനെ പരുവപ്പെടുത്താൻ ഈ 15 വയസ്സ് മാത്രം പ്രായമായ കുട്ടികൾക്ക് കഴിഞ്ഞു എന്നത് എന്നെ അലോസരപ്പെടുത്തിയ ഒന്നാമത്തെ കാര്യമാണ്. രണ്ടാമത്തത്, ഇതുമായി ബന്ധപ്പെട്ട് മാധ്യമങ്ങൾ നടത്തിയ വാർത്താ പ്രക്ഷേപണത്തിൽ ഈ കുട്ടിയുടെ കൂടെ പഠിച്ച ഒരു കുട്ടി ഒരു മാധ്യമത്തിന് കൊടുത്ത ബൈറ്റാണ്. അവരോട് ചോദിക്കുന്നുണ്ട്, എന്താണ് ഇതിൻ്റെ പിന്നിലെ കാരണമെന്ന് നിങ്ങൾക്കറിയുമോ എന്ന് ചോദിച്ചപ്പോൾ ആ കുട്ടി പറയുന്നത് അവർക്കിടയിലുള്ള ഈഗോ പ്രശ്നമാണ് എന്നാണ്. അതായത് ഈഗോ ഈ കൊലപാതകത്തിൽ ഒരു പ്രധാന റോള് വഹിക്കുന്നുണ്ട്. മൂന്നാമത്തത്, അതിനേക്കാൾ അപകടകരമായതും എന്നെ ഞെട്ടിപ്പിച്ചതുമായ ഒരു സംഗതി, ഇത്തരം കൊലപാതകങ്ങൾ ആസൂത്രണം ചെയ്യാൻ, ഇത്തരത്തിലുള്ള കൊട്ടേഷൻ പരിപാടികൾ ആസൂത്രണം ചെയ്യാൻ 10ാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന കുട്ടികൾക്കിടയിൽ പ്രത്യേകം വാട്സപ്പ് ഗ്രൂപ്പുകളുണ്ട്, അതുപോലെ തന്നെ ഇൻസ്റ്റാഗ്രാം ഗ്രൂപ്പുകളുണ്ട് എന്നതാണ്. പ്രിയപ്പെട്ട രക്ഷിതാക്കളെ, നമ്മൾ നമ്മുടെ മക്കളെ വളർത്തുമ്പോൾ, അവരുടെ ജീവിതത്തിൻ്റെ വിവിധ ഘട്ടങ്ങളിലൂടെ അവർ കടന്നു പോകുമ്പോൾ, അവരേതെല്ലാം തരത്തിലുള്ള പ്രയാസങ്ങളിലൂടെ, ഏതെല്ലാം തരത്തിലുള്ള മാനസിക വ്യവഹാരങ്ങളിലൂടെ കടന്നു പോകുന്നുണ്ട് എന്ന് രക്ഷിതാക്കൾ എന്നുള്ള നിലക്ക് നമ്മൾ പലപ്പോഴും മനസ്സിലാക്കാൻ ശ്രമിക്കാറില്ല. ഞാൻ തൊട്ട് മുമ്പൊരു വീഡിയോയിൽ പറഞ്ഞിരുന്നു, നമ്മൾ കുട്ടികൾക്ക് ഇൻ്റലിജൻസ് കോഷ്യൻ്റ് ഉണ്ടാക്കുന്നതിന് വേണ്ടി, അവർക്ക് ഫുൾ A+ കിട്ടുന്നതിന് വേണ്ടി അവർക്ക് ട്രെയിനിങ്ങുകൾ കൊടുക്കുന്നു, ട്യൂഷൻ സെൻ്ററുകളിലേക്ക് പറഞ്ഞയക്കുന്നു. എന്നാൽ നമ്മുടെ മക്കൾക്ക് അവരുടെ വൈകാരിക തള്ളിച്ചകളെ നിയന്ത്രിക്കാൻ, അവർക്ക് ഉണ്ടാകുന്ന ഇമോഷൻസിനെ കൺട്രോൾ ചെയ്യാൻ ആവശ്യമായ എന്ത് ട്രെയിനിങ്ങാണ് നമ്മൾ കൊടുക്കുന്നത്? ഇതുമായി ബന്ധപ്പെട്ട് ഒരു ചാനൽ ചർച്ചയിൽ ഒരു കുട്ടി പറയുന്നത് നമ്മൾ കേട്ടിട്ടുണ്ടാവും. ഈ പുതിയ കാലത്ത് നമ്മൾ ആൽഫ ജനറേഷൻ എന്ന് പറഞ്ഞ് കുട്ടികളെ നിസാരവൽക്കരിക്കുകയും അല്ലെങ്കിൽ അവരെ കുറ്റപ്പെടുത്തുകയും ചെയ്യുന്ന സമയത്ത് അവരുടെ പുതിയ കാലത്തെ അഡ്രസ്സ് ചെയ്യുന്ന രീതിയിൽ അവരെ വളരാൻ പ്രാപ്തമാക്കുന്ന എന്ത് ട്രെയിനിങ് ആണ് രക്ഷിതാക്കൾ എന്നുള്ള നിലക്ക്, അല്ലെങ്കിൽ അധ്യാപകർ എന്നുള്ള നിലക്ക്, അല്ലെങ്കിൽ അധികാരികൾ എന്നുള്ള നിലക്ക് നമ്മൾ അവർക്ക് കൊടുക്കുന്നത് എന്നൊരു ചോദ്യം പ്രസക്തമാണല്ലോ. അതുകൊണ്ട് ഇനിയെങ്കിലും നമ്മളുടെ മക്കളുടെ ഭാവി സുരക്ഷിതമാക്കാൻ, നമ്മുടെ നാടിനെ രക്ഷിക്കാൻ, ഇത്തരത്തിലുള്ള അരാജക പ്രവണതകളിൽ നിന്ന് നമ്മുടെ യുവതയെ സംരക്ഷിക്കാൻ നമ്മുടെ അധികാരികൾ ഉണർന്ന് പ്രവർത്തിക്കേണ്ടതുണ്ട്. അതിലപ്പുറത്തേക്ക് രക്ഷിതാക്കൾ എന്നുള്ള നിലക്ക് നമ്മൾക്കൊക്കെ വലിയ ബാധ്യതയുണ്ട്. നമ്മളുടെ മക്കൾക്ക് അക്കാദമിക് തലങ്ങളിൽ ഉയർന്ന പഠന നിലവാരം നൽകുന്നതോടൊപ്പം തന്നെ നമ്മളുടെ മക്കളുടെ വൈകാരിക പ്രവണതകളെ, വൈകാരിക അവസ്ഥകളെ അഡ്രസ്സ് ചെയ്യാൻ ആവശ്യമായ പദ്ധതികൾ നമ്മുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവേണ്ടതുണ്ട്. അതിനുള്ള ചർച്ചകൾ തുടങ്ങാൻ ഇത്തരത്തിലുള്ള ദുരന്തങ്ങൾ കാരണമാവട്ടെ എന്ന് ആഗ്രഹിക്കുകയാണ്, പ്രാർത്ഥിക്കുകയാണ്. നന്ദി.